ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ ഒരു കുതിച്ചുചാട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഡ്രോൺ വിരുദ്ധ യുദ്ധത്തിനായി ഇന്ത്യൻ സൈന്യം നെഗേവ് LMG ക്വാഡ് മൗണ്ട് പ്രദർശിപ്പിച്ചു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ആയുധശേഖരത്തിന് ഗണ്യമായ ഒരു പ്രോത്സാഹനമായി ഇന്ത്യൻ സൈന്യം അടുത്തിടെ നെഗേവ് ലൈറ്റ് മെഷീൻ ഗൺ പ്രദർശിപ്പിച്ചു. ഇത് ആന്റി ഡ്രോൺ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 2025 സെപ്റ്റംബർ ആദ്യം ഫീൽഡ് അഭ്യാസങ്ങളിൽ പ്രദർശിപ്പിച്ച ഈ സജ്ജീകരണം അതിർത്തികളിൽ, പ്രത്യേകിച്ച് ലഡാക്ക്, വടക്ക് കിഴക്കൻ മേഖലകൾ പോലുള്ള ഉയർന്ന യുദ്ധപ്രദേശങ്ങളിലും മറ്റും ആളില്ലാ ആകാശവാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാൻ പറ്റുന്ന ഒരു ആയുധ സംവിധാനമാണ്. വിശ്വാസ്യതയ്ക്കും ഉയർന്ന തോതിനുള്ള വെടിവയ്പ്പിനും പേരുകേട്ട ഇസ്രായേൽ രൂപകൽപ്പന ചെയ്ത 5.56 mm സ്ക്വാഡ് ഓട്ടോമാറ്റിക് ആയുധമായ നെഗേവ് LMG താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾക്കെതിരെ വേഗതയിലും വളരെ സുസ്ഥിരമായും 4 ബാരൽ മൗണ്ടിൽ പുനർനിർമ്മിച്ചു. യഥാർത്ഥ നിയന്ത്രണ രേഖയിലും മറ്റും അടുത്തിടെയുള്ള ഏറ്റുമുട്ടലുകളിൽ കാണുന്നത് പോലെ എതിരാളികളായ അയൽക്കാരിൽ നിന്നുള്ള ഡ്രോൺ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ആയുധത്തിന്റെ വികസനം. നിലവിലുള്ള ഫയർ കൺട്രോൾ സംവിധാനങ്ങളുമായി നെഗേവ് ക്വാഡ് മൗണ്ട് സംയോജിപ്പിക്കുന്നതിലൂടെ സൈന്യം അതിന്റെ നിരവധി ലെയറുകളുള്ള വ്യോമ പ്രതിരോധ തന്ത്രം മെച്ചപ്പെടുത്തുന്നു. ആകാശ് തീർ, തദ്ദേശീയ ആന്റി ഡ്രോൺ റൈഫിളുകൾ പോലുള്ള നൂതന സംവിധാനങ്ങളെ ഇതുമായി സംയോജിപ്പിക്കുന്നു. വാണിജ്യ സൈനിക ഡ്രോണുകളുടെ വ്യാപനം ആധുനിക യുദ്ധരീതികളെ മാറ്റിമറിച്ചു. നിരീക്ഷണം, കൃത്യമായ ആക്രമണങ്ങൾ എന്നിവയ്ക്കായി എതിരാളികൾ UAVകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ സാഹചര്യത്തിൽ 2025 ഓപ്പറേഷൻ സിന്ദൂർ സംഘർഷത്തിൽ പാകിസ്ഥാൻ തുർക്കിയിലെ ബൈറക്താർ TB2 ഡ്രോണുകൾ ഉപയോഗിച്ചതും LACയിൽ ചൈന ക്വാഡ് കോപ്റ്ററുകൾ വിന്യസിച്ചതും പരമ്പരാഗത വ്യോമ പ്രതിരോധത്തിലെ ദുർബലതകൾ തുറന്നുകാട്ടി. 2 മുന്നണികളിൽ നിന്നുള്ള ഭീഷണി നേരിടുന്ന ഇന്ത്യൻ സൈന്യം 2023 മുതൽ പ്രതിരോധ നടപടികൾ ത്വരിതപ്പെടുത്തി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മിലിറ്ററി ഇൻ്റലിജൻസ് പ്രതിവർഷം 500-ലധികം ഡ്രോണുകൾ കാണുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത് പരിഹരിക്കുന്നതിനായി DRDO വികസിപ്പിച്ച ആന്റി ഡ്രോൺ സിസ്റ്റം, ലേസർ അധിഷ്ഠിത ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്, മാൻ പോർട്ടബിൾ ജാമറുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ സൈന്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മെഷീൻ ഗൺ അധിഷ്ഠിത ഇൻ്റർസെപ്റ്ററുകൾ പോലുള്ള കൈനറ്റിക് സൊല്യൂഷനുകൾ താഴ്ന്ന ഉയരത്തിനുള്ള ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ളതുമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നു. US ആർമിയുടെ കോമൺ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെപ്പൺ സ്റ്റേഷൻ, ഇസ്രായേലിൻ്റെ അയൺ ഡോം ആൻറ്റി-UV റോളുകൾക്കായുള്ള അഡാപ്റ്റേഷനുകൾ തുടങ്ങിയ ആഗോള മാതൃകയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നെഗേവ് LMG ക്വാഡ് മൗണ്ട് ഈ സ്ഥാനത്തിന് അനുയോജ്യമായ ആയുധമാണ്. 2025 ഓഗസ്റ്റ് അവസാനം ലേക്ക് സമീപം സൈന്യത്തിൻ്റെ നോർത്തേൺ കമാൻഡ് അഭ്യാസങ്ങളിൽ പ്രദർശിപ്പിച്ച ഈ സിസ്റ്റം സിമുലേറ്റഡ് ഡ്രോൺ കൂട്ടങ്ങൾക്കെതിരെ പരീക്ഷിച്ചു. പരീക്ഷണങ്ങളിൽ 90% ഹിറ്റ് നിരക്ക് നേടിയെന്ന് വിശ്വസനീയമായ സോഴ്സുകൾ പറയുന്നു. ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് ലൈസൻസിന് കീഴിൽ നിർമ്മിച്ചതും അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഇറക്കുമതി ചെയ്തതുമായ നെഗേവ് LMG വളരെ ഫലപ്രദമായ ഒരു ആയുധമാണ്. 7.6 കിലോഗ്രാം ഭാരമുള്ള ഇത് 700-1100 റൗണ്ട് 1 മിനിറ്റിൽ വെടിവെക്കുന്നു. അമിതമായി ചൂടാകുന്നത് തടയാൻ ഒരു ദ്രുത മാറ്റ ബാരലുള്ള ഇതിൻ്റെ കരുത്തുറ്റ രൂപകൽപ്പന സുസ്ഥിരമായ ഫയറിങ്ങിന് അനുയോജ്യമാക്കുന്നു. ദുർബലമായ UAV എയർ ഫ്രെയിമുകൾ നശിപ്പിക്കാൻ ആവശ്യമുള്ള ആൻറ്റി ഡ്രോൺ ഇടപെടലുകൾക്ക് ഇത് വളരെ നിർണായകമാണ്. ക്വാഡ് മൗണ്ട് കോൺഫിഗറേഷൻ ഇതിനെ ഒരു ആൻറ്റി എയർ പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തുന്നു. സ്ഥിരതയുള്ളതും വിദൂരമായി പ്രവർത്തിപ്പിക്കാവുന്നതുമായ ഒരു ടററ്റ് 4 നെഗേവ് LMGകൾ സമാന്തര സജ്ജീകരണത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് സിങ്ക്രണൈസ് ചെയ്തതോ സെലക്റ്റീവ് ഫയറിംഗ് അനുവദിക്കുന്നതോ ആണ്. ഉദാഹരണമായി ടാറ്റ ലൈറ്റ് ആർംഡ് വെഹിക്കിളുകളിലോ ഹംവികളിലോ ഇല്ലെങ്കിൽ സ്റ്റാറ്റിക് പ്രതിരോധത്തിനായ ട്രൈപോഡ് അടിസ്ഥാനമാക്കിയുള്ളതോ ആണ്. പകൽ രാത്രി ടാർഗറ്റിങ്ങിനായി ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സൈന്യത്തിൻ്റെ യുദ്ധക്കള നിരീക്ഷണ സംവിധാനവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഡ്രോൺ ഡിറ്റക്ഷൻ അൽഗോരിതങ്ങളുള്ള അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ 1500 മീറ്റർ വരെ ലക്ഷ്യങ്ങൾ കണക്കുകൂട്ടുന്നു. സിയാച്ചിനിലെ -400 ഡിഗ്രിയിൽ പരീക്ഷിച്ച ഏറ്റവും അങ്ങേയറ്റത്തെ ദുഷ്കര സാഹചര്യങ്ങളിൽ ഈ നെഗേവിൻ്റെ വിശ്വാസ്യത അതിനൊരു മുൻതൂക്കം നൽകുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത
4 സിങ്ക്രണൈസ് ബാരലുകൾ. ഇതിൻ്റെ ഫയറിംഗ് 4400 RPM വരെ. ഡ്രോണുകൾക്കെതിരെ 1000 മുതൽ 1500 മീറ്റർ വരെയുള്ള പ്രതിരോധം, 150-200 കിലോഗ്രാം ഭാരം,